എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ കേരളക്കര ഒന്നടങ്കം കാത്തിരുന്ന ആ ഒരു കേസിൻ്റെ വിധി വന്നിരിക്കുകയാണ്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ വിധി വരുന്ന സമയത്ത് തന്നെ 1 മുതൽ 6 വരെയുള്ള ആളുകളെ, പ്രതികളെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും അത്രയും കാര്യം അറിഞ്ഞപ്പോൾ തന്നെ കോടതി വളപ്പിൽ ലഡു വിതരണമൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ദിലീപിൻ്റെ ആളുകളൊക്കെ, ഫാൻസുകാരും ഒക്കെ ചേർന്നിട്ട്. പിന്നീട് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു എന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. കാരണം വേണ്ടത്ര തെളിവുകളില്ല, ദിലീപുമായിട്ട് ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിലൊന്നും ഒരു തെളിവുകളും ഇല്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കേസിൽ ദിലീപ് ശരിക്കും പറയുന്നതെന്ന് വെച്ചാൽ, പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ, മഞ്ജു വാര്യറാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദിലീപിനെതിരെ, അതായത് ദിലീപിനെതിരെ ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് മഞ്ജു വാര്യറാണ് എന്നുള്ള രീതിയിലാണ് ദിലീപ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതെന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്ന് ഒരു പ്രാവശ്യം പറഞ്ഞോട്ടെ. ഇന്ന് 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 ഒന്ന് താഴ്ത്തി പിടിക്കും. അപ്പോൾ എന്തായാലും കോടതിയിലേക്ക് പോയപ്പോൾ തലകുമ്പിട്ട് പോയ ദിലീപ് തിരിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇതേ നട്ടെല്ലൊക്കെ നിവർത്തി നല്ല വൃത്തിയായിട്ട് എല്ലാവരോടും ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള പവർഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ അതിജീവിത ഇനി മേൽക്കോടതിയെ സമീപിക്കും എന്നൊക്കെയാണ് മറ്റുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇവിടെ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, 9 വർഷമായിട്ട് പേട്ടൻ ഫാൻസൊക്കെ ഒരുപാട് വിഷമത്തിലായിരുന്നു. പേട്ടന് ഈ ഒരു കേസിന്റെ പിന്നാലെ നടക്കുകയായിരുന്നല്ലോ. അപ്പോൾ പേട്ടൻ കുറ്റവിമുക്തനാണ് എന്ന് അറിയാൻ സാധിച്ചതിൽ ഇപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന ആളുകളോട് എന്ന് വെച്ചാൽ, പേട്ടനെ ഒരുപാട് പുകഴ്ത്തി അടിക്കുന്ന ആളുകളൊക്കെ ഇതേ ഇപ്പം പൊട്ടിമുളച്ചിട്ടുണ്ട്, കുറേ ആളുകളൊക്കെ. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഈ പറയുന്ന ദിലീപ് ഏട്ടൻ എന്ന് എല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്ന ദിലീപിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടനായിരുന്നു, ജനപ്രിയ നടൻ ദിലീപ് എന്ന് പറഞ്ഞാൽ. ഈ പറയുന്ന ലാലേട്ടനും മമ്മൂക്കയും കഴിഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു നടനോട് ഭയങ്കരമായ ഇഷ്ടമായിരുന്നു. ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ സിനിമകൾ ഒരു വട്ടത്തിൽ കൂടുതൽ എത്ര വട്ടം കണ്ടു കഴിഞ്ഞാലും നമുക്ക് അത്രയേറെ ഇഷ്ടം തോന്നത്തേ ഉള്ളൂ. മേരിക്കുണ്ടൊരു കുഞ്ഞാടാണെങ്കിലും അതുപോലെ മായാമോഹിനി ആണെങ്കിലും പഴയ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ സല്ലാപമാണെങ്കിലും നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത അത്രയും നല്ല രീതിയിൽ ജനഹൃദയത്തിലേക്ക് അങ്ങ് ആഴത്തിൽ കയറുന്ന രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ളൊരു നടൻ തന്നെയാണ് ദിലീപ്. ആ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഈ ഒരു വിഷയത്തിലേക്ക് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എന്ന് കരുതിയിട്ട് അദ്ദേഹം ഇപ്പോൾ കുറ്റവിമുക്തനാണ് എന്ന് കോടതി പറഞ്ഞു എങ്കിലും ഇനിയുമുണ്ട് കോടതികൾ. മേൽക്കോടതിയിൽ പുള്ളിക്കാരത്തി ഈ പറയുന്ന അതിജീവിത കേസ് ഫയൽ ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണെങ്കിലും ഈ ഒരു കേസിൽ എൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിജീവിതയ്ക്ക് ഒപ്പം തന്നെയാണ്. എന്തായാലും അവർക്ക് ഈ ഒരു വിഷയത്തിൽ നീതി ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് അതിജീവിത തന്നെയാണ്. അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് അവർ തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്.
കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിജീവിത ഇനി മേൽക്കോടതിയൊക്കെ സമീപിക്കും എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആഘോഷം നടത്തുന്ന ആളുകളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, കോടതിക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ തെളിവുകളാണ്. മതിയായ തെളിവുകളുടെ അഭാവത്തിലാണ് പല കുറ്റക്കാരും നിരപരാധികളായിട്ട് പുറത്തു പോകുന്നതും പല നിരപരാധികളും കുറ്റക്കാരായിട്ട് ജയിലിലേക്ക് പോകുന്നതും ഈ തെളിവുകളുടെ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കാനായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇരയ്ക്കൊപ്പം തന്നെയാണ് ഇപ്പോഴും നമ്മളുള്ളത്. ഇപ്പോൾ ഇരയ്ക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം ശരിക്കും പറയേണ്ടത് ഇര തന്നെയാണ്. അവർ ഈ ഒരു കോടതി വിധിയിൽ അവർ സംതൃപ്തയാണെങ്കിൽ വേറെ വിഷയമൊന്നുമല്ല. നേരെ മറിച്ച് ഈ ഒരു കോടതി വിധിയിൽ അവർ തൃപ്തയല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം തന്നെയാണ് നമ്മളുള്ളത്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.